ഹായ് മക്കളെ, ഇത് കണ്ടിട്ട് എന്തെങ്കിലും നൊസ്റ്റാൾജിക് ഓർമ്മകളുണ്ടോ? നമ്മുടെ ഇഷാനി ഇക്കുനെ വെച്ച് ഉന്തിയതാണ് കേട്ടോ. പണ്ടത്തെ പാളയില്ലേ അതെല്ലാം മിഷൻ ഫെയിൽഡാണ്. അവൻ ഇരിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട് അവനെ അധികം വലിച്ചുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് അടുത്ത ആൾക്കൊരു മോഹം, ഒന്ന് വലിച്ചാലോ. അപ്പോൾ ഞാൻ ഇനായേനെ ഒന്ന് വലിച്ചു നോക്കിയതാണ്. ഇനായ ഏതായാലും മിഷൻ സക്സസ് ആയി. ഇനായ നല്ല ശരിക്കും ഇരുന്നതുകൊണ്ട് അവളെ വലിക്കാൻ പറ്റി. അവൾക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാമല്ലോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചേട്ടി? അതേ കണ്ടോ, ചിരിക്കുന്നത് കണ്ടോ? ഇഷാനി വൈകുന്നേരത്തെ ഒരു ആർട്ട് ചെയ്തതാണ്. എന്തോ ഒരു മോഡലാണ്. കുറേ ഫെന്നൽ ചെടിയൊക്കെ വെച്ചിട്ട്, മുക്കുറ്റി ചെടിയൊക്കെ വെച്ചിട്ട് കണ്ടോ. അതൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർട്ട്, ഡാൻസ്, മ്യൂസിക്, ഒരു സകലകലാവല്ലഭയാണ് കേട്ടോ. ഒന്ന് ഉരച്ചെടുത്താൽ മതി, ഒന്ന് തെളിയിച്ചെടുത്താൽ അവൾ നന്നായിട്ടെല്ലാം ചെയ്യും. ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ആദ്യം തന്നെ ഡോസേജ് എന്ന നിലയ്ക്ക് മിഠായി വാങ്ങിയിട്ട് കൊടുക്കുകയാണ്. എന്നാലേ ഞങ്ങൾ മര്യാദയ്ക്ക് ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അതാ മിഠായി വാങ്ങിച്ചു കൊടുത്തു. മിഠായി തിന്നുന്ന അത്ര നല്ലതല്ല കേട്ടോ, പക്ഷെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. ഇപ്പോൾ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ അവർ വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ജെല്ലിയാണ് മിഠായി വാങ്ങിയത്. അച്ഛനധികം മിഠായി അവരെ കൊണ്ട് കഴിപ്പിക്കാറില്ല. ഇത് അമ്പലമാണ്. അമ്പലത്തിൻ്റെ ഇടയ്ക്ക് ഇഷാനി അവിടെ നിന്ന് പോയിട്ട് ഇതാ ഒരു ഫ്രണ്ടിനെയും കൊണ്ടുവന്നിരിക്കുകയാണ്, പൊന്നു. അവർക്കിതൊക്കെയാണ്, അവർക്ക് ഭക്തിയൊന്നുമല്ലല്ലോ, അവർക്ക് കളി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തന്നെ നല്ലത്. ഭക്തി നമ്മളിങ്ങനെ അവരെ കുത്തി നിറപ്പിക്കേണ്ട കാര്യമില്ല. അവർക്ക് ആ ഒരു പ്രായമാകുമ്പോൾ ആ ഭക്തിയൊക്കെ തന്നെ വന്നോളും. കണ്ട, കുട്ടികൾ ഈ പ്രായത്തിൽ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. അവരൊന്നും നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണ്ട, അവർ തന്നെ ആയിക്കോളും. ഒരു പ്രായത്തിലായില്ലെങ്കിൽ മാത്രം നമ്മൾ തല്ലി വളർത്തുക എന്ന് പറയില്ലേ, അന്നേരം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ അവർ കളിക്കട്ടെ, അവർ കളിക്കേണ്ട പ്രായമല്ലേ. വീണ്ടും നമ്മൾ മിഠായി വാങ്ങിച്ചു. ഇതിനി ഒരു ശീലമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.